Who do you want to see in the IPL final? Is it RCB versus Punjab? രണ്ട് ടീമും 18 വർഷമായിട്ട് കപ്പ് എടുത്തിട്ടില്ല. സോ വിന്നർ ഗെറ്റ്സ് ദ ട്രോഫി എന്നുള്ള സ്റ്റിപ്പുലേഷൻ മത്സരമാണോ? ഓർ ഡു യു വാണ്ട് ടു സീ RCB versus മുംബൈ? രോഹിത് വേഴ്സസ് കോഹ്ലി ഫോർ വൺ ലാസ്റ്റ് ടൈം ഇൻ ദ ഫൈനൽ. കോഹ്ലി ഇതുവരെ കപ്പടിച്ചിട്ടില്ല. സോ കോഹ്ലി ഗോയിങ് ഫോർ ഹിസ് മെയ്ഡൻ ടൈറ്റിൽ. രോഹിത് taking their team to, the biggest number of titles. So which scenario would you like? I think for advertisement purposes, reaches, എല്ലാത്തിനും വേണ്ടിയിട്ട് I think RCB versus Mumbai looks like the much bigger name. പക്ഷേ for me personally I would believe or I would wish for RCB versus Punjab because 18 വർഷമായിട്ട് രണ്ട് ടീമിനും കപ്പടിച്ചിട്ടില്ല. രണ്ട് ടീമും വെയിറ്റിംഗ് ആണ്. സോ ഒരു ന്യൂ വിന്നർ എന്നുള്ളൊരു ടാഗിനാണ് ഐ വുഡ് പ്രിഫർ. സോ either way let's preview qualifier 2, that is പഞ്ചാബ് കിങ്സ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ്. മത്സരം നടക്കുന്നത് അഹമ്മദാബാദിൽ വെച്ചാണ്. ഈ അഹമ്മദാബാദ് ഒരു നാച്ചുറലി അല്ലെങ്കിൽ സോഫാർ ഈ സീസണിൽ ഒരു ബാറ്റിംഗ് ട്രാക്ക് ആയിട്ടാണ് ആക്ട് ചെയ്തിട്ടുള്ളത്. 200+ സ്കോർസൊക്കെ അത്യാവശ്യം വരുന്ന ഒരു ടൈപ്പ് ഗ്രൗണ്ടാണ്. സോ ഒരു സിമിലർ ഗ്രൗണ്ട്, ഒരു സിമിലർ ബാറ്റിംഗ് ട്രാക്ക് തന്നെയാണ് ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഒരു 200+ സ്കോർസ് വരുന്ന ഒരു മാച്ച്. പക്ഷേ ഇവിടുത്തെ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ടീംസിനാണ് ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്. ചേസിങ് ടീംസിനേക്കാൾ കൂടുതൽ ഫസ്റ്റ് ബാറ്റ് ടീംസ് ജയിച്ചിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ്. സോ അതുകൊണ്ട് തന്നെ ടോസ് കിട്ടിയ ടീം ഫസ്റ്റ് ബാറ്റ് ചെയ്തേക്കാം എന്നുള്ളത് തന്നെയാണ്. ബിക്കോസ് ഇറ്റ്സ് ടെൻസ്ഡ് ഗെയിം, ഇറ്റ്സ് എ ബാറ്റിംഗ് ട്രാക്ക്. സോ ഒരു ചേസിങ് ടെൻഷൻ രണ്ട് ടീമിനും താല്പര്യം ഉണ്ടാവില്ല. സോ അതുകൊണ്ട് ഹൂവർ വിൻസ് ദ ടോസ് ഈസ് എക്സ്പെക്റ്റഡ് ടു ഗെറ്റ് ബാറ്റ് ഫസ്റ്റ്. ഒരു മെൽറ്റ് ഡൗൺ ഒന്നും ഇല്ലെങ്കിൽ പഞ്ചാബ് 200+ സ്കോർ ചെയ്തേക്കാം. കാരണം അവർക്ക് ഈ ക്വാളിഫൈ 1 ഒരു വളരെ മോശം ബാറ്റിംഗ് ആയിരുന്നു പഞ്ചാബിൻ്റെ സൈഡിൽ ഉണ്ടായിരുന്നത്. ഇറ്റ് വാസ് എ സ്ലഗിഷ് ട്രാക്ക് ആൻഡ് ദേ വർ ബാറ്റിംഗ് ഇറ്റ് ലൈക്ക് എ ഫ്ലാറ്റ് ട്രാക്ക്. സോ അവരുടെ ഷോട്ട് സെലക്ഷനൊക്കെ ഭയങ്കര മോശമായിരുന്നു. പക്ഷേ ഇന്ന് ഐ തിങ്ക് ആ ഒരു ഷോട്ട് സെലക്ഷനായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു ദിവസമാണ്. പക്ഷേ എന്നാൽ പോലും അവർക്ക് വെല്ലുവിളിയായിട്ടുള്ളത് മുംബൈ ബോളിംഗ് ആണ്, എസ്പെഷ്യലി ജസ്പ്രീത് ബുംറ. സോ ആ 4 ഓവർ എങ്ങനെ ഇവർ സർവൈവ് ചെയ്യും, അതേപോലെ ട്രെൻഡ് ബോൾട്ടിനെ ഓപ്പണിങ്ങിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡിങ് ആണ്. സോ അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇന്നത്തെ റിസൾട്ട്. ആക്ച്വലി ഐ എം എക്സ്പെക്ടിങ് ലൈക്ക് പേഴ്സണലി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഐ വാണ്ട് ടു സീ RCB versus പഞ്ചാബ് ഫൈനൽ. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ഐ എം പിക്കിംഗ് പഞ്ചാബ് ടു വിൻ ടുഡേ. കാരണം ലൈക്ക് ദേ ഡു ഹാവ് ദ ബാറ്റിംഗ്, ദേ ഡു ഹാവ് ദ ബോളിംഗ്. അതൊന്ന് ക്ലിക്ക് ആവണം എന്നുള്ള കേസേ ഉള്ളൂ. ക്ലിക്കായിരുന്നു ക്വാളിഫയർ 1 വരെ. പക്ഷേ ക്വാളിഫയർ 1 ഒരു വല്ലാത്ത തകർച്ചയായിരുന്നു ബാറ്റിങ്ങിൽ അവർക്ക് ഉണ്ടായിട്ടുള്ളത്. രണ്ട് രീതിയിൽ പോവാം. ഒന്നെങ്കിൽ ആ തകർച്ചേൻ്റെ ബാക്കിയായിട്ട് ഇന്നും തകരാം, അല്ലെങ്കിൽ സംഭവം ഒരു മിറാക്കുലസ് റിക്കവറി ഉണ്ടായേക്കാം. ഏത് വേ ലെറ്റ്സ് ജസ്റ്റ് സീ എന്ന് തന്നെ പറയേണ്ടി വരും. എക്സ്പെക്ടിങ് പഞ്ചാബ് ടു വിൻ ടുഡേ. ഇറ്റ്സ് എ ബാറ്റിംഗ് ട്രാക്ക്. ഗോ ഫോർ ദ ബാറ്റേഴ്സ്, ഗോ ഫോർ ദ ഡെത്ത് ബോളേഴ്സ്. So that's my preview. What do you think? And let me know in the comments.